ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെ പഴവും കൂടി ഇട്ടുണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴം നല്ല ചെറുതാക്കി മുറിച്ച് എടുത്തിരിക്കുകയാണ്. പിന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് പഴമിട്ട് നന്നായി വാട്ടിയെടുക്കാം. നമുക്ക് ഈ പഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇത് വാടിക്കിട്ടണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെക്കും നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചിരകി വെച്ച 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെക്കും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ കൈയെടുക്കാണ്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ ഇത് തേങ്ങ ആകെ കരിഞ്ഞു പോവുള്ളൂ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇതിപ്പോൾ കളറൊന്നും മാറി വന്നിട്ടുണ്ട്. നന്നായി കളർ മാറേണ്ട ഇതേപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ച ആ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടത് ചേർത്തിട്ട് ഈ പുട്ടുപൊടി നന്നായി നനച്ചെടുക്കാം. ഇത് നനച്ചൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കാം. വെള്ളം തിളച്ചാൽ പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ വഴറ്റി വെച്ച തേങ്ങയും പഴവും 2 സ്പൂൺ ഇട്ടിട്ട് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ പുട്ടും കുറ്റിയിൽ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് വേവിക്കാൻ വെക്കാം. അപ്പോൾ പുട്ടിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പുട്ടിൻ്റെ കൂടെ തന്നെ പഴം കൂടി വേവിച്ചപ്പോൾ പുട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെക്കും ബായ്.